നമ്മുടെ ബെല്ലി ഫാറ്റ് കുറയാനും ദഹനം എളുപ്പമാക്കാനും നമ്മെ സഹായിക്കുന്ന ഒരു സിമ്പിൾ പോസാണിത്. ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെരി ഗുഡ് മോർണിംഗ്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ആരോഗ്യത്തിൻ്റെ നിലനിൽപ്പിന് വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ് നമ്മുടെ ദഹന വ്യവസ്ഥ ക്ലിയർ ആയിരിക്കുക എന്നത്. നമുക്ക് മലബന്ധമുണ്ടെങ്കിൽ, നമ്മുടെ മോഷൻ ക്ലിയർ അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾ നമ്മെ വിട്ടുമാറുകയില്ല. ഉദാഹരണമായിട്ട് കൊളസ്ട്രോൾ, പ്രഷർ, പ്രമേഹം, ഉറക്കക്കുറവ്, നമ്മുടെ ജോയിൻറ്റുകളിലുള്ള വേദന, മാനസിക പിരിമുറുക്കങ്ങൾ കാരണമുള്ള പലതരം അസുഖങ്ങൾ, ചർമ്മരോഗങ്ങൾ, ഇവയിൽ നിന്നെല്ലാം നമുക്ക് ഒഴിഞ്ഞു നിൽക്കാൻ വളരെ പ്രധാനമാണ് നമ്മുടെ മോഷൻ ക്ലിയർ ആയിരിക്കുക എന്നത്. ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിളായി നമ്മുടെ ദഹനം ക്ലിയറാവാൻ നാം ചെയ്യേണ്ട കുറച്ച് യോഗ സ്ട്രെച്ചുകളാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യത്തിന് ശുദ്ധജലം കുടിച്ചിരിക്കണം. സമയത്തിന് ഉറങ്ങാനും എഴുന്നേൽക്കാനുമുള്ളൊരു രീതി, ഒരു ശീലം നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ ഭക്ഷണ രീതിയിൽ, പ്രത്യേകിച്ച് രാത്രി ഭക്ഷണത്തിൽ പഴങ്ങളും പച്ചക്കറികളും ധാരാളം അടങ്ങിയിരിക്കണം. ഇങ്ങനൊരു ശീലം നമുക്കുണ്ടായാൽ തീർച്ചയായിട്ടും ആരോഗ്യത്തോടെ, മരുന്നില്ലാതെ നമ്മുടെ ദഹനം, മോഷൻ ക്ലിയർ ആയിരിക്കും. താങ്ക് യു. നമ്മുടെ അബ്ഡോമിനൽ ഓർഗൻസിനെ റിലാക്സ് ആവാൻ, ഉത്തേജിപ്പിക്കാൻ വളരെ നല്ലൊരു പോസാണിത്. മലർന്ന് കിടന്ന് ഒരു 10 പ്രാവശ്യമെങ്കിലും റിപ്പീറ്റ് ചെയ്ത് ചെയ്യാം. ഇത് പവനമുക്താസൻ. ഗ്യാസ് ട്രബിൾ പോലുള്ള അസുഖങ്ങൾക്ക് ഒരു പരിഹാരമാണിത്. അതുപോലെ തന്നെ നമ്മുടെ ഡൈജഷൻ, ദഹന വ്യവസ്ഥ സുഗമമാക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരു നല്ല പോസാണിത്. ഇത് പൂർണ്ണ പവനമുക്താസൻ. ഈ ഒരു രീതിയിൽ കാലുകൾ ഉയർത്തി ക്ലോസ് ചെയ്ത് ചെസ്റ്റിനോട് ചേർത്ത് പിടിക്കാം. കുറച്ച് നേരം മുകളിലേക്ക് നോക്കി നിന്നുകൊണ്ട് നോർമൽ ബ്രെത്ത് ചെയ്യാം, റിലാക്സ് ചെയ്യാം, ദെൻ അത് റിപ്പീറ്റ് ചെയ്യാം. നമ്മുടെ ബെല്ലി ഫാറ്റ് കുറയാനും ദഹനം എളുപ്പമാക്കാനും നമ്മെ സഹായിക്കുന്ന ഒരു സിമ്പിൾ പോസാണിത്. കുറച്ചു നേരം സ്റ്റൊമക്ക് ബ്രെത്ത് എക്സസൈസ് ചെയ്യാം. നമ്മുടെ വയറിൻ്റെ മുകളിൽ കൈവച്ചുകൊണ്ട് ലോങ് ബ്രെത്ത് ചെയ്തുകൊണ്ട് വയറ് താഴ്ത്തുകയും പൊക്കുകയും ചെയ്യാം. ഇത് ദഹനത്തിന് വളരെ നല്ലൊരു സിമ്പിൾ മെത്തേഡാണ്. റിപ്പീറ്റ് ചെയ്യാം. ഇനി ട്വിസ്റ്റ് പോസ്. ഈ ഒരു രീതിയിൽ മലർന്ന് കിടന്നുകൊണ്ട് ലോവർ ബോഡി ഒരു ഭാഗത്തേക്കും അപ്പർ ബോഡി മറ്റേ ഭാഗത്തേക്കും ട്വിസ്റ്റ് ചെയ്യുന്ന ഒരു പോസാണിത്. നമ്മുടെ സ്പൈൻ, അതുപോലെ സെൻട്രൽ ബോഡി ഏരിയ, ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നതിനും അതുമൂലം നമുക്ക് ഡൈജഷൻ സിസ്റ്റം വളരെ ഈസി ആവുന്നതിനും നമ്മെ സഹായിക്കുന്ന ട്വിസ്റ്റ് പോസുകളാണ് ഇതെല്ലാം. ഈ ഒരു ട്വിസ്റ്റ് പോസ്, അതായത് വലത് കാല് ഇടത് തുടയിൽ കയറ്റി വെച്ച് ഇതുപോലെ ട്വിസ്റ്റ് ചെയ്യാം. ഇത് നമ്മുടെ നട്ടെല്ലിന് ഫ്ലെക്സിബിൾ ആവാൻ വളരെ സഹായിക്കുന്ന ഒരു പോസാണ്. ഇനി ഇടത് കാല് വലത് തുടയിൽ കയറ്റി വെച്ചുകൊണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കും ട്വിസ്റ്റ് ചെയ്യാം. ആവർത്തിച്ച് ചെയ്യാം.
നെക്സ്റ്റ് അനന്താസൻ, ബ്ലിസ് പോസ്. ഇത് നമ്മുടെ ഫുൾ ബോഡി സ്ട്രെച്ച് ആവാനും റിലാക്സ് ആവാനും നമ്മെ സഹായിക്കുന്ന ഒരു നല്ല പോസാണ്. ആവർത്തിച്ച് ചെയ്യാം. ഇനി ഫൈനൽ റിലാക്സേഷൻ. ശരീരം തളർത്തിയിട്ട് അയഞ്ഞ് വിശ്രമിക്കാം. എൻജോയ്, റിലാക്സ്.